എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കർക്കിടക കഞ്ഞിയാണ്. ഞങ്ങൾ ഇതിനെ ഉലുവ പായസം എന്നൊക്കെ പറയും. ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല പല വീടുകളിലും ഉണ്ടാക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ തരത്തിലായിരിക്കാം ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. കടയിലൊക്കെ ഇഷ്ടം പോലെ കർക്കിടക കിറ്റുകൾ കിട്ടും. ഞങ്ങളത് വാങ്ങിക്കാറില്ല. അതിൽ പല മരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ടാവും. ഞങ്ങൾക്ക് എന്തോ അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. ഞങ്ങൾ സാധാരണ വീട്ടിൽ കുറച്ച് ധാന്യങ്ങൾ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിതിൽ എന്തൊക്കെയാ ഇട്ടേന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ ഇതിലിടുന്നത് ചെറുപയർ, കടലപ്പരിപ്പ്, ഉലുവ, മുതിര, മമ്പയർ, ജീരകം, ഗോതമ്പ്, അരി. ഇത് നന്നായിട്ട് കഴുകി തലേദിവസം രാത്രി കുതിർക്കാൻ വെക്കും. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അത് ഞങ്ങൾ കുക്കറിൽ പിറ്റേന്ന് രാവിലെ 4 വിസിലാണ് ഞങ്ങൾ സാധാരണ എടുക്കുന്നത്. 4ഓ 5ഓ വിസിലിൽ എടുക്കും. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു നുള്ളു ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങൾ വേവിപ്പിച്ചെടുക്കുന്നത്. അതിലേക്ക് പിന്നെ കുറച്ച് ശർക്കരയോ വെല്ലമോ അങ്ങനെ എന്തെങ്കിലും ചേർക്കും. പഞ്ചസാര ചേർക്കാറില്ല. വെല്ലമാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ചേർക്കുന്നത്. ശർക്കര ചേർക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെല്ലമൊക്കെ ചേർത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി ഇങ്ങെടുക്കും. ഒരുപാട് ധാന്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ലതാണ്. ഞങ്ങളുടെ ഉദ്ദേശം വിശപ്പ് മാറ്റുവാന്നും കൂടെ ഉള്ളതാണ്. ചായക്ക് കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. ആ സമയത്താണ് ഞങ്ങളിത് കഴിക്കാറ്. വൈകുന്നേരം കഴിക്കുന്നവരുണ്ട്. നേരത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞങ്ങൾ കഴിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. ഏകദേശം കർക്കിടകം കഴിയാറായി എന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ ഒന്ന് ലേറ്റ് ആയത്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇതൊന്ന് കുറുകിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞങ്ങൾ ചേർക്കുന്നത് ഇത്തിരി തേങ്ങാപ്പാലാണേ. ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരിയേ ഉള്ളൂ. തേങ്ങയുടെ ക്ഷാമവും തേങ്ങയുടെ വിലയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എനിക്കും നന്നായിട്ട് അറിയാം. കുറച്ച് തേങ്ങ എടുത്ത് അത് തന്നെ പിഴിഞ്ഞ് ആ തേങ്ങ തന്നെ ഞാൻ അങ്ങ് അതിലേക്ക് ഇടും. ഒരു തുള്ളി തേങ്ങ പുറത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്. അപ്പോൾ ഞങ്ങളുടെ കർക്കിടക കഞ്ഞി അഥവാ ഉലുവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലും വേറെ റെസിപ്പീസ് ഉണ്ടാവും. ഇത് ശരിക്കും കർക്കിടക കഞ്ഞിയുടെ ഒരു റെസിപ്പി ആയിട്ടല്ല, ഞങ്ങളുടെ രീതിയിലുള്ള കർക്കിടക കഞ്ഞിയാണിത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് ഞങ്ങളോട് പറയാം. നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ശരി, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.